എല്ലാവർക്കും നമസ്കാരം, സുപ്രഭാതം. പഴയ മദിരാശി സംസ്ഥാനത്തിലെ ഒരിടത്തരം കുടുംബത്തിലെ ഒരു സ്ത്രീജന്മത്തിന് എടുത്തു പറയാൻ മാത്രം എന്ത് ഓർമ്മകളാണുള്ളത്, അല്ലെങ്കിൽ എന്താണ് ഇത്രയൊക്കെ അനുഭവങ്ങൾ എന്നോർത്തിട്ടാണ് ഈ പറച്ചിൽ നിർത്താമെന്ന് കരുതിയത്. ആ അവസരത്തിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ അല്ലെങ്കിൽ സഹസ്രാബ്ദത്തിൻ്റെ തന്നെ ചരിത്രമാവുമ്പോഴും കേൾക്കാൻ ഇമ്പമുണ്ട് എന്നും തുടർന്നും പറയണമെന്നും എൻ്റെ ചില ശ്രോതാക്കൾ സ്നേഹപൂർവ്വം നിർബന്ധിച്ചതിനാൽ ഞാൻ നിർത്തിയെടുത്തു നിന്ന് തുടരുകയാണ്. അല്ലെങ്കിലും പൂന്താനം പറഞ്ഞത് ഒന്നുപോലെ ഒന്നില്ല എന്നല്ലേ. എന്നെപ്പോലെ ഞാൻ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. എനിക്കാണെങ്കിൽ എൻ്റെ അനുഭവങ്ങൾ വളരെ പ്രിയപ്പെട്ടതുമാണ്. എൻ്റെ ആദ്യത്തെ പാഠശാല ചിന്താവളപ്പ് എലിമെൻ്ററി സ്കൂൾ വിട്ടു പോകേണ്ട സമയമായി. 5 കൊല്ലം ഒരു ദിവസം പോലും മുടങ്ങാതെ പോയിരുന്ന സ്കൂൾ ആയിരുന്നു അത്. ജീവിതത്തിൻ്റെ ആദ്യ പാഠങ്ങൾ പലതും പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്ത ഒരു കളരി. ഓർക്കാൻ ഒരുപാട് കാര്യങ്ങൾ. ഒരു ക്ലാസ്സിലെ എല്ലാ വിഷയവും ഒരേ ക്ലാസ് ടീച്ചറായിരുന്നു പഠിപ്പിച്ചിരുന്നത്. അവർ തന്നെ പല തരക്കാരായിരുന്നു. സ്വന്തം വ്യക്തിത്വം കൊണ്ട് വിദ്യാർത്ഥികളുടെ മനസ്സിൽ കയറിപ്പറ്റിയവരും ശിഷ്യർക്ക് വലിയ അടുപ്പം തോന്നാത്തവരും. ഇതൊക്കെ ഏത് വിദ്യാഭ്യാസ സ്ഥാപനത്തിലും പതിവുള്ളതാണല്ലോ. 3ാം ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്ന ലക്ഷ്മി ടീച്ചർ നന്നായി പഠിപ്പിക്കുകയും വൃത്തിയായി വസ്ത്രധാരണം ചെയ്ത് സ്കൂളിൽ വരികയും ചെയ്യുമായിരുന്നു. ടീച്ചർക്കായിരുന്നു സ്കൂളിലെ കപ്സ് പ്രസ്ഥാനത്തിൻ്റെ ചുമതല. ആർക്കും സഹായം ചെയ്യാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കരുത് എന്നും ജീവിതത്തിൽ അടുക്കും ചിട്ടയും വേണമെന്നും ടീച്ചർ നിരന്തരം ആഹ്വാനം ചെയ്തിരുന്നു. കുട്ടികളിൽ നിന്ന് കാലണ വീതം പിരിപ്പിച്ച് വെള്ളം കോരി വയ്ക്കാൻ ഒരു കലവും കോരി കുടിക്കാൻ ഒരു പാത്രവും ടീച്ചർ തയ്യാറാക്കി. കല്യാണി ടീച്ചർ മണിപ്രവാളം പഠിപ്പിക്കുന്ന കാര്യത്തിൽ വളരെ കടിശക്കാരിയായിരുന്നു. എല്ലാവരും ഒരു സർഗം മുഴുവൻ പഠിച്ച് കാണാതെ ചൊല്ലണം. അന്നൊന്നും സ്കൂളിൽ ഉച്ചഭക്ഷണം പതിവുണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരാൻ കഴിവില്ലാത്ത കുട്ടികൾ ഒരണയ്ക്കും 2 അണയ്ക്കും അടുത്തുള്ള ചെറിയ ഹോട്ടലിൽ നിന്ന് ഉപ്പിലിട്ട നെല്ലിക്ക വാങ്ങിക്കൊണ്ടുവന്ന് കഴിക്കും. ഞങ്ങൾക്കൊക്കെ അവിടെ പോവാനോ വെള്ളം കുടിക്കാനോ പോലും അനുമതിയില്ല. ഒരു ദിവസം ഉച്ചയ്ക്ക് ഊണ് കഴിച്ച് പോകുമ്പോൾ പുഷ്പ ദാഹിക്കുന്നുവെന്ന് പറഞ്ഞ് കണ്ണൻ്റെ ഹോട്ടലിൽ നിന്ന് വെള്ളം കുടിച്ചു. അത് ആരെങ്കിലും കണ്ടിട്ടുണ്ടാവും, വീട്ടിൽ പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ താൻ തന്നെ പറഞ്ഞു കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ബാലൻ കുറേ ദിവസം പുഷ്പയെ ഭീഷണിപ്പെടുത്തി. ഹെഡ് മിസ്റ്റേഴ്സ് കുഞ്ഞിലക്ഷ്മി ടീച്ചർ സർവകലാവല്ലഭയായിരുന്നു. 5ാം ക്ലാസ് കഴിയുമ്പോഴേക്കും എഴുതാനും വായിക്കാനും കണക്ക് കൂട്ടാനും പഠിച്ചിരിക്കണം എന്നത് ടീച്ചർക്ക് നിർബന്ധമായിരുന്നു. പെൺകുട്ടികൾ അത്യാവശ്യം തുന്നൽ പഠിച്ചിരിക്കണം എന്ന ഉദ്ദേശത്തോടെ ടീച്ചർ പെൺകുട്ടികളെ കൊണ്ട് ബ്ലൗസ് വെട്ടി തുന്നാൻ പഠിപ്പിച്ചു. നിരത്തിനോട് തൊട്ട് സ്ഥിതി ചെയ്യുന്ന ചിന്താവളപ്പ് സ്കൂളിലേക്ക് നേരെ കയറുന്ന ഒരു വരാന്ത. ആദ്യത്തെ പ്രവേശനം ഓഫീസ് റൂമിലേക്കാണ്. എപ്പോഴും ചിരിച്ചും പാട്ടുപാടിയും ഉല്ലാസവതിയായ കുഞ്ഞിലക്ഷ്മി ടീച്ചർ. L ആകൃതിയിലുള്ള ഒരു കെട്ടിടം. മുകൾ നിലയിൽ 2 ക്ലാസുകൾ. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ ധാരാളം സ്ഥലം. ചരലും കല്ലുമാണ് നിലം. കാൽപന്ത് കളിയിൽ താല്പര്യമുള്ള കുട്ടികൾ സ്കൂൾ സമയം കഴിഞ്ഞാൽ അവിടെ വന്ന് ഇരുട്ടുവോളം കളിക്കുമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടായിരുന്ന ആ സ്കൂളിൽ പഠിച്ചിരുന്ന ഒരാളെ ഒഴികെ ഞാൻ പിന്നീട് ഒരിക്കലും ആരെയും കണ്ടിട്ടില്ല. തുല്യം ചൊല്ലിക്കൊടുക്കുന്നിതു ഗുരുജടനും പ്രാജ്ഞനും വിദ്യ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടും അനുഭവിച്ചിട്ടുമുള്ളത്. പിന്നെ എന്തുകൊണ്ടാണ് ചിലർ മാത്രം ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്നത്? ചിലരെന്തുകൊണ്ടാണ് ഓരോ ക്ലാസ്സിലും തോറ്റ് വർഷങ്ങളെടുത്ത് 5ാം ക്ലാസ് കഷ്ടി ജയിച്ച് ഉപജീവന മാർഗം തേടി അലയുന്നത്? അതിനെ എന്ത് പേര് കൊടുത്ത് വിളിക്കും? വിധിയാണോ? ദൈവഹിതമാണോ? സ്വന്തം വാക്കുകൾ കാരണം ജീവിതം ചവറ്റുകൊട്ടയിലാക്കപ്പെട്ടവരും ധാരാളമുണ്ട്. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു കുട്ടി അറിഞ്ഞോ അറിയാതെയോ എൻ്റെ കാലിൽ ചവിട്ടി. അന്നും ഇന്നും ഒരുവിധം വേദനകൾക്ക് മിണ്ടാതെ സഹിക്കുന്ന ഞാൻ ഉറക്കെ കരഞ്ഞു. ടീച്ചർ എത്ര തവണ ചോദിച്ചിട്ടും ഞാൻ ആ കുട്ടിയുടെ
മുഹമ്മദ് അലിയുടെ പേര് പറഞ്ഞില്ല. ടീച്ചർ വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ എൻ്റെ ചങ്ങാതി ടീച്ചറോട് അവൻ്റെ പേര് പറഞ്ഞു. ടീച്ചറുടെ ശകാരം മിണ്ടാതെ നിന്ന് കേട്ട അവൻ ടീച്ചർ പോയി കഴിഞ്ഞപ്പോൾ എന്നെ ഒരു തെറി വിളിച്ചു. വൈകുന്നേരം വീട്ടിൽ വന്നതും പൊട്ടിക്കരയാൻ തുടങ്ങിയ ഞാൻ അമ്മയോട് സംഭവം പറഞ്ഞു. കാലിൻ്റെ വേദനയെക്കാളും അവൻ എന്തോ ചീത്തവാക്ക് പറഞ്ഞതായിരുന്നു എന്നെ കൂടുതൽ വേദനിപ്പിച്ചത്. ആരോടും ഒരിക്കലും മരണം വരെ ആ വാക്ക് പറയാൻ പാടില്ലെന്ന് അന്നമ്മ എന്നെക്കൊണ്ട് സത്യം ചെയ്യിച്ചു. എന്നെ സംബന്ധിച്ച് മലയാളത്തിലെ ഏറ്റവും മോശമായ തെറിപദം അന്നും ഇന്നും അതാണ്. ഞാൻ ഡിഗ്രി പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഉച്ചയ്ക്ക് ഏപ്രിൽ മാസത്തിലെ വെയിലുകൊണ്ട് നടന്നു വരണ്ട എന്ന ഉദ്ദേശത്തോടെ എനിക്ക് വേണ്ടി അച്ഛനൊരു ഓട്ടോറിക്ഷ ഏർപ്പാട് ചെയ്തിരുന്നു. എൻ്റെ കൂടെ 5ാം ക്ലാസ്സിൽ പഠിച്ച വേലായുധനായിരുന്നു റിക്ഷ ഡ്രൈവർ. ഞാൻ വീട്ടിനടുത്ത് വന്നിറങ്ങി പൈസ കൊടുത്തതല്ലാതെ അവനോടൊന്നും സംസാരിച്ചില്ല എന്നത് ഇന്നൊരു തരം കുറ്റബോധത്തോടെ ഞാൻ ഓർക്കുന്നു. സംസാരം തീരെ കുറവായ മിണ്ടാപ്രാണികൾക്ക് പറ്റുന്ന അബദ്ധമാണ് ഇത്. പഠിച്ചില്ലെങ്കിലും നന്നായി പടം വരയ്ക്കുന്നൊരു മാധവനെന്തോ ഇപ്പോൾ ഓർമ്മ വന്നു. എൻ്റെ സ്ലേറ്റിൽ വള്ളികളും പുഷ്പങ്ങളും വരച്ചു വയ്ക്കും മാധവൻ. അവന് എഴുതാൻ പെൻസിൽ കൊടുത്ത് അവൻ കുറച്ച് സമയം എഴുതിയതിന് ശേഷം ആ പെൻസിൽ കൊണ്ട് എഴുതിയാൽ നല്ല കൈയക്ഷരമാകുമെന്ന് ഞങ്ങളിൽ പലരും വിശ്വസിച്ചിരുന്നു. കൊല്ലപ്പരീക്ഷ കഴിഞ്ഞു. 1 മാസം കൊണ്ട് റിസൾട്ട് വന്നു. ജയിച്ചവർക്ക് വലിയ സ്കൂളിൽ ചേരാൻ വിടുതൽ സർട്ടിഫിക്കറ്റ് വേണം. ഗുരുദക്ഷിണയായി ഹെഡ് മിസ്ട്രസിന് ഓരോ ബ്ലൗസ് പീസ് കൊടുത്ത് ഞങ്ങൾ പിരിഞ്ഞു. ടീച്ചർ എൻ്റെ എല്ലാവരുടെയും തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. ബാല്യം തുടങ്ങുമ്പോൾ ശൈശവം സ്വാഭാവികമായും വിട പറയും പോലെ എനിക്ക് തുടർന്ന് പഠിക്കണമെങ്കിൽ ആ സ്കൂളിൽ നിന്ന് മാറിയേ തീരൂ. ഇനി വേറെ സ്കൂൾ, പുതിയ സഹപാഠികൾ. എന്തോ മറന്നു വെച്ച പോലെ തിരിഞ്ഞു നോക്കിയാണ് ഞാൻ സ്കൂളിൽ നിന്ന് പോയത്.